അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവാധിനാഥൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മിലേക്ക് വീണ്ടും ഇതാ ഒരു റമദാൻ കൂടി. ഈ പുണ്യ നാളിൽ പരിശുദ്ധമായ റമദാൻ അനുഭവിക്കാൻ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ്. ഈ അവസരത്തിൽ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് സർവാധിനാഥൻ മനുഷ്യന് നൽകിയ ഈ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നാം നിതാന്തം പ്രയത്നിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സ്വമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശുദ്ധ റമളാനിൽ ആരെങ്കിലും ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെയും പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും. നമ്മുടെ വ്രതമനുഷ്ഠിക്കൽ വളരെയധികം നിഷ്കളങ്കമായിരിക്കണം. ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായി വ്രതം അനുഷ്ഠിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇത്തവണത്തെ വ്രതം. ഓരോ തവണയും വിശുദ്ധ റമളാൻ സത്യവിശ്വാസികളിലേക്ക് വരുമ്പോൾ അത്രമാത്രം അവർ ആഹ്ലാദകരമായി അവർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ മത്സരിക്കുകയാണ് സത്യവിശ്വാസികൾ. ഈ ഒരു വിശുദ്ധ റമളാനിൽ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സുഹാസ് തന്നെയാണ്. ഓക്കെ 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 സുഹാസ്, നേരത്തെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? പ്രോഗ്രാമിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. പ്രോഗ്രാമിന്റെ റൂൾസിനെ കുറിച്ച് അറിയാമോ? 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നതായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ചോദ്യം പറയട്ടെ? റെഡി ആണല്ലോ അല്ലേ? ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഖുർആൻ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് പറയാം, വേണോ? ഓപ്ഷൻസ്: വായിക്കപ്പെടുന്നത്, വായിക്കുന്നത്. ഏതാണ് രണ്ടിലേതാണ്? വായിക്കുന്നത് എന്നാണോ വായിക്കപ്പെടുന്നത് എന്നാണോ? വായിക്കുന്നത്, വായിക്കുന്നത് എന്നാണ്. ഓക്കെ, വായിക്കുന്നത് എന്നല്ല, വായിക്കപ്പെടുന്നത് എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ സുഹാസ്, നെക്സ്റ്റ് ടൈം വിളിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജംഷീന. ജംഷീന എവിടെ വിളിക്കുന്നു? പൊന്നാനി. പൊന്നല്ല എവിടെയാണ്? ജംഗ്ഷനിലാണ്. ഓക്കെ, ജംഷീന എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാ നോമ്പൊക്കെ? എങ്ങനെയാ? 3ാമത്തെ നോമ്പാണല്ലോ അല്ലേ? നോമ്പ് വലിയ ഭാരമുണ്ടോ? നല്ല
ഇല്ല, കുഴപ്പമില്ല. ഇല്ല. ഓക്കെ, എന്നെ വീട്ടിലൊക്കെ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു? പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ? മുന്നേ വിളിച്ചിരുന്നു. സമ്മാനം നേടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താ ഇത്തവണ സമ്മാനം വാങ്ങിക്കും എന്നുള്ള വാശിയിലായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും പ്രോഗ്രാമിൽ തുടങ്ങാം. പ്രോഗ്രാമിനെ കുറിച്ച് അറിയാലോ അല്ലെ? 3 ചോദ്യങ്ങളായിരിക്കാം. 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? അധ്യായങ്ങളുടെ എണ്ണമാണ് പറയേണ്ടത്. എണ്ണം പറയണം. അതെ അതെ അതെ, സൂറത്തുകൾ തന്നെയാണ്. സൂറത്തുകൾ തന്നെയാണ് അധ്യായം ഉദ്ദേശിച്ചത്. എത്ര സൂറത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻസ് 110, ഓപ്ഷൻസ് 110, 112, 114, 115. 114. ഓക്കെ, 114 കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിച്ച സൂറത്ത് ഏതാണ്? വിശുദ്ധ ഖുർആനില് അവസാനമായി അവതരിച്ച ഒരു ആയത്ത് ഉണ്ട്. ആ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് സൂറത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ഹലോ, ചോദ്യമായോ? വിശുദ്ധ ഖുർആനില് ശ്രദ്ധിച്ച് കേൾക്കുക. വിശുദ്ധ ഖുർആനില് അവസാനമായി അവതരിച്ച ആയത്തുണ്ട്. ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സൂറത്തിലാണ് ആ ആയത്ത് വന്നിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് പറയാം. സൂറത്തുൽ മുജാദല, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മാഇദ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ബഖറ. സൂറത്തുൽ മുൽക്ക് ഉറപ്പിച്ചോ? അല്ല, സൂറത്തുൽ മുൽക്കല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വിളിക്കണം. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബെൻസി പ്രോജക്റ്റിൽ അവതരിപ്പിക്കുന്ന ഷഹ്റു റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ്? മാറഞ്ചേരി, വളാഞ്ചേരി. വളാഞ്ചേരി. ഓക്കെ, വളാഞ്ചേരി ആരാ വിളിക്കുന്നത്? ആ, ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഹലോ, പഠിക്കുകയാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടി കാണും. ആ, ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അതൊക്കെ സാധാരണയാണ്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പ്രോഗ്രാമിനെ കുറിച്ച് അറിയാലോ അല്ലെ? 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 3നും ആൻസർ പറയണം, എങ്കിൽ മാത്രമാണ് സമ്മാനം അർഹയാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിച്ച ആയത്ത് ഏത് സൂറത്തിലാണ്? വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിച്ച ആയത്ത് ഏത് സൂറത്തിലാണ്? അതെ അതെ അതെ, സൂറത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ആയത്തറിയെങ്കിൽ വളരെ നന്നായി. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ പറയാം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മാഇദ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മാഇദ.
വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏത് സൂറത്തിലാണെന്ന്. ആയത്ത് ഏത് സൂറത്തിലാണെന്ന് അല്ലെ? അതെ അതെ അതെ. ബക്കറ. ഉറപ്പിച്ചോ? ആ അല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. അല്ലേ? കുഴപ്പമില്ല, വീണ്ടും വിളിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബെൻസി പ്രോണിക്കലിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മൈമൂന. മൈമൂന എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനി എവിടെയാണ് മൈമൂന? നഴ്സിംഗ്. വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ? അല്ലല്ല, ഹൗസ് വൈഫാണ്. ഓക്കെ. എങ്ങനെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? മൂന്നാമത്തെ നോമ്പാണല്ലോ ഒന്ന് അല്ലേ? നോമ്പിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? മുൻപ് ഈ കിസ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയല്ലേ? വെരി ഗുഡ്. എന്തായാലും ഇത്തവണ ഒന്നുകൂടെ സമ്മാനം നമുക്ക് വാങ്ങിക്കണം. എന്തായാലും ക്വസ്റ്റ്യന്റെ രീതിയെ കുറിച്ചൊക്കെ അറിയാലോ, പറയണ്ടല്ലോ. 3 ചോദ്യങ്ങളായിരിക്കാം. 3 ചോദ്യങ്ങളിൽ 3നും ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. ചോദ്യം നമ്പർ 1 പറയാലോ അല്ലേ? വിശുദ്ധ ഖുർആനിൽ 2 ബിസ്മികളുള്ള ഏക അധ്യായം ഏത്? വിശുദ്ധ ഖുർആനിൽ 2 ബിസ്മികളുള്ള ഒരേ ഒരു സൂറത്തുണ്ട്, അത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സൂറത്തുൽ നംല്, സൂറത്തുൽ തൗബ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഹുജറാത്ത്. ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ തൗബ, സൂറത്തുൽ നംല്. ഓപ്ഷൻ ഡി. ഹുജറാത്താണോ? ഹുജറാത്താണോ ഉദ്ദേശിച്ചത്? സോറി, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഹുജറാത്ത് അല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല, വീണ്ടും വിളിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിറ്റിക്കലിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷബാന. ഷബാന എവിടെ നിന്ന് വിളിക്കുന്നു? പുഴമ്പ്രം. ഷബാന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഷബാന നോമ്പൊക്കെ ആയിട്ട്? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഉണ്ടല്ലേ. പഠിക്കുകയാണോ മക്കളൊക്കെ? LKG പഠിക്കുകയാണ്. ഓക്കെ. എന്തായാലും മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഇത്തവണ കൂടി സമ്മാനം വാങ്ങിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ രീതിയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, അറിയാതിരിക്കാം. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ ഖുർആനിൽ 2 ബിസ്മികളുള്ള ഏക അധ്യായം ഏത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ. ഓപ്ഷൻസ്: സൂറത്ത് തൗബ, സൂറത്തുൽ നംല്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഹുജറാത്ത്. രണ്ടാമത്തത് നംലാണോ ഉദ്ദേശിച്ചത്? നംല് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? സൂറത്തുൽ നാസ്, സൂറത്തുൽ ലഹബ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. എന്തായാലും 2 ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. സൂറത്തുൽ ഇൻസാനിന്റെ
മറ്റൊരു പേര് സൂറത്തുൽ ഇൻസാനിന് വേറൊരു പേര് കൂടി ഉണ്ട്. എന്താണ് പേര്? ഓപ്ഷൻസ് ഉണ്ടാവില്ല, 2 ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. 2 പേരിൽ ആ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്, സൂറത്തുൽ ഇൻസാൻ. ക്ലൂ ഇല്ല, കാരണം ഓപ്ഷൻസും ക്ലൂവും ഒക്കെ 1-2 ക്വസ്റ്റ്യൻസിലേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തേതില് ക്ലൂ തരാൻ പറ്റില്ല. സൂറത്തുൽ അമ്മ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ അധ്യായമാണോ? അതെ. അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും വീണ്ടും വിളിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. തരാൻ നേരല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പ്രോനിക്കലിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹൂർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാൻ. എവിടെ നിന്ന് വിളിക്കുന്നു? വിളിക്കുന്നത് കാരത്തൂർന്നാണ്. വീട് പൊന്നാനയാണ്. പൊന്നാനിൽ എവിടെയാണ്? പൊന്നാനി ചമ്പരട്ടം ജംഗ്ഷൻ. ചമ്പരട്ടം ജംഗ്ഷനിൽ. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നു? പഠിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ഞാൻ പഠിക്കാണ്. ഏതിലാണ്? പഠിക്കണം, പിന്നെ ഡിഗ്രി ആണ് ഇപ്പൊ പഠിക്കണേ. ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ട് അതിനെ നോമ്പൊക്കെ? നല്ല ചൂടാണല്ലോ നാട്ടിലൊക്കെ. മുൻപത്തെ നോമ്പിനെ അപേക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട് ഇത്തവണ? ചൂടുണ്ട്, പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിച്ച ആയത്ത് ഏത് സൂറത്തിലാണ്? വിശുദ്ധ ഖുർആനിൽ അവസാനമായി ആദ്യമായി അവതരിച്ചത് എല്ലാവർക്കും അറിയാം, പക്ഷെ അവസാനമായി അവതരിച്ച ആയത്ത് ഉണ്ട്. ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ മാഇദ. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ മാഇദ. സൂറത്ത് മുജാദല ഉറപ്പിച്ചോ? സോറി, അത് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട് ആൻസർ. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഷഹൂർ റമദാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം. Sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see.
have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388333666. an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ബെൻസി പ്രോലിക്കിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുബഷിർ. മുബഷിർ എവിടെ വിളിക്കുന്നു? ആദവനാട്. ഓക്കെ. മുബഷിർ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഏതിനാ? ഏതാണ്? ഡിഗ്രിക്ക് പഠിക്കാണ്. ഓക്കെ ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഇൻഷാല്ലാ. ഞാൻ പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യന്റെ രീതി ഒന്ന് പറയാം. 3 ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, മൂന്നാമത്തേന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. 3ന്റെയും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനാർഹനാവുക. ഓക്കെ, ഇൻഷാല്ലാ. ഏതായാലും ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഓപ്ഷൻസ്: സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ മുബഷിർ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. സൂറത്ത് യാസീന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതാണ് ആ പേര്? സൂറത്ത് യാസീൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓപ്ഷൻസ്. ഹലോ, കേൾക്കാമല്ലോ? ഓപ്ഷൻസ്: കൽബുൽ ഖുർആൻ, കൽബുൽ ഖുർആൻ, മലിക്കുൽ ഖുർആൻ, റൂസുൽ ഖുർആൻ. കൽബുൽ ഖുർആൻ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് മുബഷിർ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
ഖുർആൻ, വിശുദ്ധ ഖുർആൻ സാവധാനത്തിൽ വേണ്ടിയിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേരുണ്ട്. നിർത്തി ചില സ്ഥലങ്ങളിൽ ഓതുന്നതിന് പറയുന്ന ഒരു പേരുണ്ട് തജ്വീദില്. എന്താണ് പേര്? വിശുദ്ധ ഖുർആന് ചില സ്ഥലങ്ങളിൽ സാവധാനത്തെ വേണ്ടിയിടത്തൊക്കെ നമ്മൾ നിർത്തി ഓതാറുണ്ട്. അങ്ങനെ ഓതുന്നതിന് പറയുന്ന ഒരു പേരുണ്ട്. എന്ത് പേരിലാണ് പറയാ? അതെ, എങ്ങനെ വ്യക്തമായില്ല, ഒന്നുകൂടെ പറയാവോ? തെർത്തീൽ. തെർത്തീൽ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. മുബഷിർ സമ്മാനാർഹനായിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ. ബെൻസി പ്രോലിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റയീസ്. ക്ലിയർ ആയില്ല. വലീദ്. ഓക്കെ. വലീദ് എവിടെ വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ്? എസ്യോമിലൂടെ. ഓക്കെ. വലീദ് എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഓക്കെ. വലീദ് എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ. കുഴപ്പമില്ല, റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടോ വലീദ്? മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഓക്കെ. ഇൻഷാ അല്ലാഹ് എന്തായാലും പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 3നും ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനാർഹനാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും. ഓക്കെ. 3ാമത്തെ ആൻസർ തനിയെ കണ്ടെത്തി പറയണം. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് പോവാം. മീം അറിയാലോ? മീം എന്ന അക്ഷരം പ്രയോഗിക്കാത്ത ഒരു സൂറത്തുണ്ട് ഖുർആനില്. മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. ഓപ്ഷൻസ്: സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ കൗസർ. ഓപ്ഷൻ: സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കൗസർ. സമയം പോകുന്നു, വേഗം പറയാം. സൂറത്തുൽ ഇഖ്ലാസ് ആണോ? സോറി, സൂറത്തുൽ ഇഖ്ലാസ് തെറ്റായ ആൻസർ ആണ്. കുഴപ്പമില്ല, വലീദ് വീണ്ടും വിളിക്കണം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പ്രോണിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജുമാന. എവിടെ നിന്ന് വിളിക്കുന്നു? എടയൂരിൽ നിന്നാണ് ജുമാന. പൊന്നാലിൽ ആരുണ്ടോ ജുമാനയുടെ? ആരാണ് പൊന്നാലിലുള്ള? അമ്മായിയുടെ വീട് പൊന്നാലിലാണല്ലേ. പൊന്നാലിൽ എവിടെയാണ്? തെയ്യങ്ങാടാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? 5. നോമ്പെടുത്തിരുന്നോ? എത്ര നോമ്പെടുത്തു? 2 എടുത്തു അല്ലേ? ഓക്കെ. നല്ല കുട്ടിയാണ്. അപ്പൊ ഇന്ന് നോമ്പില്ല? ഇൻഷാ അല്ലാഹ്. എന്തായാലും മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ മോന്? മോളാണ്. ഓക്കെ. മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മുന്നേ വിളിച്ചിട്ടില്ല. ഓക്കെ. എന്തായാലും വിടില്ല. 3 ചോദ്യങ്ങൾ ചോദിക്കും.
ഓക്കെ, അതിൽ 2 ഓപ്ഷൻസ് പറഞ്ഞു തരും. 3ാമത്തതിന് തനിയെ പറയണം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടാവില്ല. ചോദിക്കട്ടെ, 3നും ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ അല്ലേ? ചോദിക്കാം. മീമ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത്? അറബി അക്ഷരമാലയിൽ മീം എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ. മീം അറിയില്ലേ? ഇന്ന ആത്തൈനാക്കൽ കൗസർ. ഏതാണ് സൂറത്തിന്റെ പേരെന്താ? ഓപ്ഷൻ അല്ല, മോനിപ്പോ ആൻസർ പറഞ്ഞതിലുണ്ടായിരുന്നു. സൂറത്തിന്റെ പേര് കൗസർ. കൗസർ ആണ് മോളെ ട്ടാ. സൂറത്തുൽ കൗസർ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളു, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, 2ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഒരു സൂറത്ത് ഉണ്ട് ഖുറാനില്. ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ്: സൂറത്തുർ റഹ്മാൻ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. റഹ്മാൻ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുർ റഹ്മാൻ. ഉറപ്പിച്ചോ? തെറ്റിപ്പോയില്ലേ മോളെ? സൂറത്തുർ റഹ്മാൻ അല്ല കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മോള് വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബെൻസി പ്രൊവിൽ ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹൂർ റമദാൻ ടെലി ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹന. ഷഹന എവിടെ നിന്ന് വിളിക്കുന്നു? ജംഗ്ഷനില്. ഷഹന എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ നോമ്പുത്തരുടെ കാര്യങ്ങളൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, മക്കളൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് എല്ലാവരും? ഓക്കെ, ഒന്ന് ശബ്ദം കൂട്ടി പറയാനോ കേട്ടോ, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടോ ഷഹന? ഹലോ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യന്റെ രീതിയെ കുറിച്ച് പറയാം. 3 ചോദ്യങ്ങളായിട്ട് ഉണ്ടായിരിക്കുക. 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 3നും ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനാർഹനാവുക. ഓക്കെ, ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, വിശുദ്ധ ഖുർആനിൽ ഖുർആൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? വിശുദ്ധ ഖുർആനില് ഖുർആൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ്: 60, 70, 80. 60, 70, 80. എത്രയാണ്? 2. ഓപ്ഷൻ 2 70. 70 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് ഷഹന. ഓക്കെ, 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, കുൽ എന്ന് തുടങ്ങുക, അതായത് കുൽ എന്നറിയാലോ, കുൽ ഹുവല്ലാഹു അഹദ് പോലെയുള്ള കുൽ എന്ന് തുടങ്ങുന്നതും എന്നാൽ അമ്മ ജുസിയിൽ ഉൾപ്പെടാത്തതുമായ ഒരു സൂറത്തുണ്ട്. അമ്മ ജുസിയിൽ കുറെ എണ്ണം വരുന്നുണ്ട്, പക്ഷെ അതില് അമ്മ ജുസിൽ പെടാത്ത കുൽ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ്. പറയാലോ? ഓപ്ഷൻസ്: സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഹുജറാത്ത്,
സൂറത്തുൽ ജിന്ന്. ഹലോ, ഓപ്ഷൻസ് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ ജിന്ന്. ക്ലിയർ ആയോ? ഹലോ, സൂറത്തുൽ മുൽക്ക് തെറ്റായ ആൻസർ ആണ്. സാറല്ല ഷഹന, വീണ്ടും വിളിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹൂർ റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കേട്ടില്ല. മുബീന. ഓക്കെ, മുബീന എവിടെ നിന്ന് വിളിക്കുന്നു? കാടിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, മുബീന മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും സമ്മാനം വാങ്ങിക്കും എന്നുള്ള വാശിയിലായിരിക്കും അല്ലേ? ആദ്യത്തെ വിളിയിൽ തന്നെ സമ്മാനം കൊണ്ടുപോകുന്നുള്ള വാശിയിലായിരിക്കും. ഇൻഷാ അല്ലാ, നമുക്ക് മാക്സിമം നോക്കാം. മുബീൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യണോ? ഓക്കെ 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 ഓക്കെ. എന്തായാലും ചോദ്യത്തിന്റെ രീതി 3 ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനാർഹയാവുക. ഓക്കെ, ഇൻഷാ അല്ലാ, എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. ഫാ ഉണ്ടല്ലോ അക്ഷരം, അറബി അക്ഷരം. ഫാ ഇല്ലാത്ത സൂറത്ത് ഏത്? സൂറത്തുൽ ഫാ ഇല്ലാത്ത സൂറത്ത് ഏത്? ഓപ്ഷൻസ്: സൂറത്തുൽ കൗസർ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, ഹലോ, സമയം പരിമിതമാണ്, വേഗം പറയണം. സൂറത്തുൽ കൗസർ തെറ്റായ ആൻസർ ആണ്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.